റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രത്യേക ചില സംശയമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച പോലെ അതിനകത്തൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണക്കാർക്കുള്ള പല സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതങ്ങളിൽ ദൈവത്തിന് കൊടുക്കുന്ന നന്മകളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അടിയൻ അറിയാവുന്ന അറിവിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനെ സഹായിക്കട്ടെ. പക്ഷേ നമ്മൾ മെസ്സേജുകൾ പറയുന്നു, പല പഠിപ്പിക്കലുകളെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ചില ടോപ്പിക്കുകൾ വരുമ്പം എനിക്ക് പേഴ്സണലി സംശയം ഉണ്ടായിട്ടുണ്ട്, പല ആൾക്കാർ സംശയം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ തന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരോ തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ അത് ചർച്ചാ വിഷയമാറുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് കൊടുക്കുക, ദശാംശം, പിന്നെ സ്തോത്ര കാഴ്ച, അങ്ങനെ പല കോൺട്രിബ്യൂഷൻസുകളുണ്ടല്ലോ. ഇതൊക്കെ ഈ വന്ന കാലത്ത് ദൈവജനങ്ങളുടെ ഇടയിലും എല്ലാവർക്കും ഒരു സംശയമായിക്കൊണ്ട് പല സംശയങ്ങളുണ്ട്, വളരെയധികം വിമർശനങ്ങളും ചോദിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം സകലം അവന്റെ കാൽ കീഴാണ്. ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ പൈസ വളരെ നിസ്സാരമായ പൈസ ദൈവത്തിന്റെ സങ്കല്പത്തിൽ ചിന്തിക്കുമ്പോൾ, അപ്പം അതിനൊക്കെ എന്ത് പ്രസക്തിയാ ഉള്ളതെന്ന് അതിനൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉത്തരം. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, സർവശക്തനായ ദൈവത്തിന്, ഈ അഖിലാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ധനം വേണ്ട. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ധനം എൻ്റേത്, മാനം എൻ്റേത്, പുരാതന സമ്പത്ത് എൻ്റേത്. എന്തിനാ ദൈവം ഈ വ്യവസ്ഥ വെച്ചെന്ന് ചോദിച്ചാൽ, സദൃശ്യവാക്യത്തിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 9-10 ഒരു വചനം കിടപ്പുണ്ട്. നിന്റെ എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ധനം കൊണ്ടും, അവിടെ ധനം എന്നൊരു വാക്ക് അവിടുത്തെ റിച്ചസ്, ഓണർ ഹിം, ദൈവത്തെ ബഹുമാനിക്കുക. അപ്പം നമ്മൾ ഈ ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ദൈവത്തെ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഓണറിങ്, ദൈവത്തെ ഓണർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ടാണ് പഴയ നിയമങ്ങളിൽ നമുക്കറിയാം, അവരെ ധനമുള്ളവർ ധനം കൊണ്ടുവരും, അവിടെ അവരുടെ കൃഷിഫലങ്ങളിൽ നിന്ന്. കാര്യം ദൈവമാണ് ഈ കൃഷിഫലത്തെ വർദ്ധിപ്പിക്കുന്നവർക്കറിയാം. ദൈവം അതിൻ്റെ 10% ബ്രദർ ചോദിച്ച പോലെ ദശാംശം എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമങ്ങളിലുള്ള പഠിപ്പിലല്ലേ, ഇതെന്താ ദൈവം ചോദിക്കുന്നു പറഞ്ഞു. അതിന്റെ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞ് പറയാം. അപ്പൊ സർവശക്തനായ ദൈവത്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഇതിന്റെ ആവശ്യമില്ല. കാരണം ദൈവത്തെ നമ്മൾ ഓണർ ചെയ്യുന്ന, ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യം പറയാം. കോടാനുകൂടി ദൂതന്മാരെ ആരാധിക്കുന്ന ദൈവത്തിന് നമ്മുടെ ആരാധന വേണം. ഞാൻ ചോദ്യമോ അതിന് മറുപടി ഉണ്ടോ? വേണം. കാരണം കോടാനുകൂടി അങ്ങനെയല്ലേ വചനം പറയുന്നത്, ഒരുപാട് ദിവസത്തിൽ പറയുന്നത്, കോടാനുകൂടി ദൂതന്മാർ വിശ്രമമില്ലാതെ രാപകൽ ആരാധിക്കുന്ന ദൈവം നമ്മുടെ ആരാധന പ്രതീക്ഷിക്കുന്നു. അതിനൊരു വചനം ഉണ്ട്, അറിയാമല്ലോ. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായപ്പോൾ അന്യജാതിക്കാരനായ ഇവൻ മാത്രമേ നന്ദി പറയാമെന്നുള്ളൂ. 103-ാം സങ്കീർത്തനം ദാവീദ് പറയുന്ന, നന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അപ്പൊ ആ ദൈവത്തിന് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മൾ ആരാധിക്കുന്നതാണ് ഒരു സന്തോഷം. ഇപ്പം എന്നെ ചിലര് പാസ്റ്ററെന്ന് വിളിക്കും, പപ്പാന്ന് വിളിക്കുന്നവരുണ്ട്, സ്നേഹത്തോടെ ബന്ധത്തിലുള്ളവർ ഡാഡി എന്ന് വിളിക്കും. പക്ഷെ എൻ്റെ കുഞ്ഞ് എന്നെ പപ്പാന്ന് വിളിക്കുന്നതല്ലേ എനിക്ക്, അല്ലേ? അവന്നല്ലേ ഞാൻ ശരിക്കും എൻ്റെ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് അവൻ ബ്ലെസ് ചെയ്യുന്നതിൻ്റെ ഭാഗം. ദൈവത്തിനത് വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രദറിനോട്, ഇവിടെ ഈ നടക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും എല്ലാം, ഏത് മതവിഭാഗം, ഹിന്ദു ആയാലും മുസ്ലിങ്ങൾ, എല്ലാ സൗകര്യങ്ങളിലും ഒന്നും സ്വർഗത്തിൽ നിറഞ്ഞു കൊടുക്കുന്നതല്ല, ആണോ? അല്ലല്ലോ. ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ തന്നെയല്ലേ ഇവിടെ കൊടുക്കുന്നതിലൂടെ. അപ്പൊ ദൈവം മലാക്കിയിൽ പറയുന്നുണ്ട്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത്. അപ്പം അടുത്തൊരു ചോദ്യം ബ്രദർ ചോദിച്ചു, ദശാംശം പഴയ നിയമത്തിലല്ലേ? അതെ, ഞാൻ ചോദിക്കുന്നത് ദശാംശം പഴയ നിയമത്തിന്റെ പഠിപ്പിക്കുന്ന, പുതിയ നിയമസഭയാകുന്ന ജനമാണ് നമ്മൾ. അപ്പം അതേ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഞാൻ അതിനെ കുറിച്ച് പറയാം. പഴയ നിയമത്തിലാണ് ദശാംശം 10 പറയുന്നത്. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ ഓഹരി എന്നാ പറയുന്നത്. വചനം പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവന്. അതേക്കുറിച്ച് ഒരു സംശയമുണ്ട്, എല്ലാവരും വചനം പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വചനം പറയുന്നത് പഠിപ്പിക്കുക തന്നെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു സഹോദരിക്ക് അക്ഷരഭ്യാസം ഒന്നുമില്ല, വായിക്കാൻ പോലും അറിയത്തില്ല, പക്ഷെ വാഗ്ദത്തങ്ങൾ അറിയാം, വചനം പഠിക്കുന്നു. അപ്പൊ പ്രസംഗിക്കപ്പെടുന്നുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്ന് ചോദിച്ചാൽ പുതിയ നിയമമായാലും പഴയ നിയമമാണെങ്കിലും ദൈവത്തിന് മാറ്റമുണ്ടോ?
ദൈവത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ദൈവത്തിന് മാറ്റമില്ല. നിയമം മാറി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഓട്ടെ, നിങ്ങൾ ദശാംശം അതിന് പേര് വിളിക്കണ്ട, പക്ഷെ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള 5 അനുഗ്രഹങ്ങൾ വേദോസിലുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ബ്രദർ? 1 പറയുന്നു, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. മുന്തിരിപ്പഴം അതിന്റെ ഫലം വരാതെ അത് കൊഴിഞ്ഞു പോകത്തില്ല. നിങ്ങൾ മനോഹര ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് എണ്ണും. അപ്പൊ നിങ്ങളുടെ ദശാംശം മുഴുവൻ എന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരാന്ന് പറയുന്നവരോട് 4-5 അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഒരു ചോദ്യമുണ്ട്, മുന്തിരിപ്പഴം ഫലം കായ്ക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ മുന്തിരിപ്പഴം നടന്നില്ല, നമുക്ക് കൃഷിയില്ല. പക്ഷെ ഒരു കോഴ്സിന് പോവാ, ഒരു ജോലി, ഒരു ഭാവി വിഷയത്തിൽ ദൈവത്തിന് നന്മ കൊടുക്കുന്നവരെ ദൈവം സുരക്ഷിതമായി സൂക്ഷിക്കും. അതുകൊണ്ടാണ് പൗലോസ് അത് കണക്ട് ചെയ്ത് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് പറഞ്ഞ ഏതൊരു കാര്യവും അതിന്റെ എൻഡ് സക്സസ് ആകും. വെട്ടുക്കിളിയെ ശാസിക്കുക. നമ്മൾ കൃഷി ചെയ്യുന്നെങ്കിൽ വെട്ടുക്കിളിയെ പേടിച്ചാൽ മതിയല്ലോ. അപ്പൊ വെട്ടുക്കിളിയെ ശാസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ഭൗതികവും അലിമീയമായ അനുഗ്രഹങ്ങളിൽ നമ്മുടെ ശത്രു ആരാ? മനുഷ്യരല്ലല്ലോ. അപ്പൊ ആ പൈശാചികമായ എതിർപ്പുകളെ ദൈവം ശാസിക്കും. അവിടെ നമ്മളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ മനോഹരമായ ദേശമായിരിക്കാം. അപ്പൊ ദൈവത്തിന് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഭൗതികമായ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. പലരും അതാണ് അതിനകത്ത് പറയുന്നൊരു കാര്യം. അപ്പൊ നിങ്ങൾ അതിനെ പുതിയ നിയമത്തിൽ ദശാംശം എന്ന് വിളിക്കണ്ട, പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന വ്യവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിച്ചു. അപ്പം ഈ ദശാംശം വേണ്ട, നമ്മൾ ഓഹരി കൊടുക്കുന്നു. ഈ പഴയ നിയമത്തിൽ ദശാംശം 10ൽ 1 അംശം, അതാണല്ലോ ഒരു കണക്കായിട്ട് പറയുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കണക്കുണ്ടോ? പുതിയ നിയമത്തിൽ കണക്കല്ല, പുതിയ നിയമത്തിൽ ഓഹരിയാണ്. ഞാനത് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ, ഒരു ഭവനത്തിൽ 4 പേരുണ്ട്. ആ 4 പേർക്കും കൂടെ വീതിക്കുന്നത് പോലെയാണ് ഓഹരി എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം വരുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞത് ഇതിനൊരു വ്യവസ്ഥയില്ല. എനിക്കറിയാം, ദശാംശം കൊടുക്കുന്ന ഒരു കമ്പനി, ആ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ചെറുതായിട്ട് കൊടുത്തു 10th എന്നുള്ളത്. അത് കൂട്ടി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ബിസിനസ് വർദ്ധിച്ചു. അപ്പൊ പുതിയ നിയമത്തിലൊരു കണക്കില്ല. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. വിലയേറിയ തൈലം യേശുവിന്റെ മുമ്പിൽ പൊട്ടിക്കുന്ന സ്ത്രീയുടെ കഥ അറിയാമല്ലോ. അപ്പൊ കർത്താവ് അവിടെ നിന്ന യൂദായും അവരും എല്ലാം എന്താ പറഞ്ഞു? ഇത് പാഴ് ചെലവാണ് പറഞ്ഞില്ലേ? പാഴ് ചെലവ് കൊടുക്കരുത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ. കൺവെൻഷൻ നടത്തുമ്പോഴും ക്രൂസിൽ നടക്കുമ്പോഴും ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് അത് ചെയ്യണോ? വീടില്ലാത്തവരുണ്ടല്ലോ, അനാഥരുണ്ടല്ലോ, വിധവരുണ്ടല്ലോ, അവർക്ക് കൊടുക്കരുതോ? അവർക്ക് കൊടുക്കണം, തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗം. പക്ഷെ സുവിശേഷത്തിന് കൊടുക്കേണ്ട സുവിശേഷത്തിന് അതുകൊണ്ട് കണക്ട് ചെയ്ത ദൈവം പറഞ്ഞ വേർഡാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ള ദൈവത്തിനും. അപ്പൊ സുവിശേഷ വേലയിൽ എന്തായിരുന്നു ചോദിച്ചത്? ആ അളവ് എത്ര എന്നുള്ള ഒരു കാര്യം, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അളവെന്ന് പറയുന്നതിനകത്ത് അത് ഹൃദയമാണ്, ഔട്ട് ഓഫ് അവർ ഹാർട്ട്സ്. അതിനാണ് ഈ സ്ത്രീ ചെയ്യുമ്പോൾ നമുക്കറിയാം 300 വെള്ളിക്കാശ്. യേശുവിനെ ഒറ്റയിന് പോലും 30 അല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ ചിന്തിച്ചു, അപ്പോസ്തല പ്രവൃത്തികൾ ഇവർ മാനസാന്തരപ്പെട്ടിട്ട് ഇവർ ഇത്ര വലിയൊരു കണക്ക് പറയുന്നുണ്ട്, ഇത്ര വെള്ളി അതിനുള്ള പുസ്തകങ്ങൾ അവർ കത്തിച്ച് കളഞ്ഞു. അപ്പൊ ഈ 300 വെള്ളിക്കാശ് സാധാരണ ഒരു എമൗണ്ട് അല്ല, ആ സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലുത്. പക്ഷെ കർത്താവിന് വേണേൽ പേഴ്സൺ അവരോട് പറയായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ അത്രയും ചെയ്യേണ്ട, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നുള്ള സത്യമാണ്. ഇത് പൊട്ടിച്ച് ഇപ്പൊ ഒരു പെർഫ്യൂം അല്ലേ, ഇതിന്റെ വാസന അതുകൊണ്ട് കഴിഞ്ഞു. പക്ഷെ കർത്താവ് അതല്ല പറഞ്ഞു, അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്ത്, അങ്ങനെയല്ലേ പറഞ്ഞ, അംഗീകരിച്ചു, അതിനെ പ്രശംസിച്ചു. ലോകം മുഴുവൻ അത് ഗുഡ് വർക്ക്. സുവിശേഷം പ്രസംഗിക്കുക നടത്തണം. ഇപ്പൊ 2024 ഇപ്പോഴും ഞാനിത് പറയുകയാണ്. അപ്പൊ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് അളവില്ലാതെ, ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. വിധവയും ധനവാനും പണം ഇടുന്നില്ലേ ഭണ്ഡാരത്തിൽ? എന്തിനാ? ദൈവത്തിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ. അതെല്ലാരും പള്ളിയിൽ വന്നു, അവിടുന്ന് പോയി. അപ്പൊ അവിടെ ശ്രദ്ധിക്കണമെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് ഇല്ലയോ? അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ടല്ലേ. ഇപ്പൊ ഒരു സെക്യൂരിറ്റി ഒരു സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം വരുന്നവരെ വാച്ച് ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഇടുന്ന കാര്യം. അപ്പൊ കർത്താവ് പറയുവാണ്, ധനവാൻ തന്റെ സമ്പന്നതയിൽ നിന്ന് ഇട്ടു. ആ വിധവ എന്താ പറയാ, തനിക്കുള്ളതെല്ലാം. അന്ന് ആദ്യ സമയങ്ങളിൽ ചില പഠിപ്പേരുണ്ട്, ചില്ലിക്കാശ് വിധവയിട്ടെന്ന്. പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതിന്റെ ഇംഗ്ലീഷ് വേർഡിൽ, പ്രത്യേകിച്ച് ഗ്രീക്കിൽ നമ്മൾ അതിന്റെ മൂലഭാഷയിൽ ചെന്ന് കഴിഞ്ഞാൽ, അവൾക്ക് എന്തുണ്ടോ, ഇപ്പം അവിടെ 100 രൂപ ഉണ്ടായിരുന്നു, അവൾ ആ 100 വിട്ടു. ധനവാന്റെ 1000 രൂപ, ഞാൻ മനസ്സിലാകുന്ന രീതി നമ്മുടെ ഇവിടുത്തെ ഭാഷ, 1000 ഉണ്ടായിരുന്നു, പുള്ളി 500 ഇട്ടു. ആരാ കൂടുതലിട്ട്? ആരാ കൂടുതലിട്ട്? വിധവ.
അവൾക്ക് 100 അവൾ മുഴുവൻ ഇട്ടു. അപ്പൊ ദൈവം കാണുന്നത് തനിക്കുള്ളതെല്ലാം, അവിടെ ജീവന മാർഗം മുഴുവൻ അവൾ ഇട്ടു. അത് ദൈവത്തിന്റെ ഒരു വീക്ഷണമാണ്. നമ്മുടെ മനുഷ്യൻ കാണുന്നതല്ല, അല്ല, ദൈവത്തിന്റെ വീക്ഷണമോ. മറ്റവൻ അവന്റെ സമ്പന്നത. ഇപ്പൊ ഒരാൾ വന്ന് അവിടെ അവരുടെ ഒരു പ്രാപ്തിയിൽ ഇടുന്നത് അക്കോർഡിംഗ് ടു ദർ റിച്ചസ്, അക്കോർഡിംഗ് ടു ദർ കപ്പാസിറ്റി. അതേസമയം ഒരു വിധവ അവൾക്ക് ഒന്നുമില്ല, പക്ഷെ ദൈവസ്നേഹം കൊണ്ട് അവൾ മുഴുവൻ ഇടുക. അതിന് പൗലോസ് നമ്മൾ ഈ കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ മക്കതോന്യ സഭ, അവരെ കുറിച്ച് പറയുന്നൊരു ഭാഗത്ത് ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, കഠിന ദാരിദ്ര്യത്തിലായിരുന്നിട്ടും ആ 8-9 2 കൊരിന്ത്യർ 8-9 ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വ്യക്തമായിട്ട് ഇത് തന്നെ പറയുന്നു, വേറെ ഒന്നുമല്ല. അപ്പൊ അവിടെ പറയുന്നത് മക്കതോന്യ സഭ കഠിന ദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി ധാരാളം ഔദാര്യം കാണിപ്പാനിടയായി. എന്തിനാ പൗലോസിന് അങ്ങനെ ഒരു കാര്യം പറയണ്ടേ? അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെ, അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി, ബിയോണ്ട് ദെയർ എബിലിറ്റി, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെ. അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥ വേദോസിൽ. അപ്പൊ ഈ സ്ത്രീ ചെയ്ത് എന്തോ ആയിരുന്നു, ഈ വിധവ ചെയ്ത് എന്തോ പ്രാപ്തിക്ക് മീതെയോ. അപ്പൊ ദൈവം ഇന്നും അത് ആഗ്രഹിക്കുക. ഇതൊന്നും ദൈവത്തിനല്ല, ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണി. അതാ മലാക്കി പറയുന്നത്, എന്റെ ആലയത്തിൽ ആഹാരമുണ്ട്. അതിന് നിങ്ങൾ ദശാംശം ഒന്നും എന്തോ പേര് വേണേ വിളിച്ചു. ഇപ്പൊ ദശാംശം ഒന്നും ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ 5 അനുഗ്രഹങ്ങൾ നിഷേധിക്കും അവരുടെ ജീവിതത്തിലില്ല. ഇപ്പൊ ഒരാൾ പറയാം സൗഖ്യമൊന്നുമില്ല, അതൊക്കെ കളിപ്പില്ല. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൽ ആശ്രയിക്കേണ്ട സാഹചര്യം വരുമ്പോ അവരുടെ നാവുകൊണ്ട് തന്നെ അവർ വിതച്ചു. ദൈവത്തിന് കൊടുക്കണ്ട. പിന്നെന്തോ ചോദിച്ച വേറെ ചോദ്യം ചോദിച്ചായിരുന്നല്ലോ, നമ്മൾ വിതയ്ക്കുന്ന ഇടത്തിൽ ചെയ്യുന്നത് നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ ഈ ഓഹരി കൊടുക്കുന്ന വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, സന്തോഷത്തോടെ കൊടുക്കുന്ന ദിവസം. അപ്പൊ നമ്മള് സന്തോഷം, ഈ പറയുന്ന ഓഹരി നമ്മൾ കൊടുക്കുമ്പോ അതിനകത്തൊരു സന്തോഷമില്ലായ്മ ചിലർക്ക്, അത് എന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പറയാം. ദൈവം അത് വ്യക്തമായിട്ട് പറയും. ഇപ്പൊ നമുക്ക് നിർബന്ധത്താൽ അരുത്, സങ്കടത്താൽ അരുത്. വചനം പറയുന്നു, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കിപ്പോ ഒരു ഹെൽമെറ്റ് വെക്കണമെന്നുള്ള നിയമം ഉണ്ടല്ലോ, ഉണ്ടോ? ഈ 100% തൃപ്തിയോടെ വന്ന് എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്നത് അല്ല. നാളെ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരിക, നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ച് വെച്ചാൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ തല, നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് സുരക്ഷിതപ്പെടണമെങ്കിൽ നിങ്ങൾ വെക്കുക. എത്ര പേര് വെക്കും? റയറായിട്ട് വളരെ കുറച്ച് പേരോ, അപ്പച്ചന്മാരോ പ്രായമുള്ളവരെ പേടിക്കുന്നവരോ യൗവനക്കാർ ഈ സാധനം ഉപയോഗിക്കത്തില്ല. കാരണം ആ നിയമം കൊണ്ട്, ദൈവത്തിന്റെ നിയമമാണ് കൊടുക്കേണ്ടത്. ആദ്യം നിർബന്ധമല്ല, വചനത്തിന്റെ അനുഗ്രഹം ആ വ്യക്തി ഹൃദയത്തിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചു. ഈ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സന്തോഷം വരാത്തത് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തീർച്ചയായിട്ടും അറിവില്ലായ്മയും കാഴ്ചപ്പാടും. പക്ഷെ പിന്നീട് ആ കാഴ്ചപ്പാട് വരും. ഇപ്പൊ നമ്മൾ സ്നാനപ്പെടുന്ന സമയത്തിന്റെ സത്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. ഞാൻ അന്ന് 5 or 6 എല്ലാ ദിവാസന്മാരും എല്ലാം പറയും സ്നാനം നല്ല മനസാക്ഷിയാണ്, ഇതിനോട് ബന്ധമില്ല, എന്നാൽ പോലും പറയാം കർത്താവിനോട് യേശുവിനെ ധരിക്കുന്നു, ജലത്തിൽ അടക്കപ്പെടുന്നു. ഇതെല്ലാം ചോദിച്ചിട്ട് ഞാൻ എത്ര അറിവുള്ളൂ ചോദിക്കും, ഒരെണ്ണം പോലും അവർ പറയത്തില്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കാലങ്ങൾ അവർ പഠിക്കും. ആദ്യം ഒരു നിയമത്തിലൂടെ ദൈവത്തിന് കൊടുക്കണമെന്ന് പഠിക്കും. ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ആദ്യ സമയങ്ങളിൽ എനിക്ക് പറയുന്നതിന് മടിയില്ല. 2007 സഭ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു, കവറുകളൊന്നും കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. ദൈവം നിങ്ങളുടെ ഹൃദയം തരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് നിങ്ങളുടെ നന്മ, ഒരു ദശാംശം പോലെ നന്മ ഇടാം. ബ്രദറെ, ഒരു മാസത്തിൽ 1 or 2 പേരല്ലാതെ ആരും കവർ കൊടുത്തില്ല, യാതൊരു കാര്യത്തിലേക്ക് ആരും വന്നില്ല. ചെറിയ തോതിൽ ഞങ്ങളെ കവർ കൊടുത്തിട്ട് നിങ്ങൾക്കുള്ള നന്മ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അവരിടാൻ തുടങ്ങി. അത് പൂർണ്ണ മനസ്സോടെ നമുക്കറിയത്തില്ല, പക്ഷെ ഇന്ന് പൂർണ്ണ മനസ്സോടെ അവരത് ചെയ്യുന്നു. അപ്പൊ ഏത് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിലൊരു റിസൾട്ട് കാണട്ടെ. ഇപ്പൊ നമ്മളൊരു കൃഷി, ഇപ്പൊ ഒരാൾ ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലും പറയാം, നിങ്ങൾ വീട്ടിലൊരു കുറെ പച്ചക്കറി കൃഷി നടണം, അത് ഏറ്റവും പ്രയോജനവും. ബ്രദർ, അത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരെത്തും പിടിയില്ല. ഒന്നീ ഗവൺമെന്റ് പറഞ്ഞായിരിക്കും, അല്ലെ ആരെങ്കിലും പറഞ്ഞ കോഴ്സില്ല. വിളവുകൾ അതിൽ നിന്ന് ലഭിക്കുമ്പോൾ അതെന്തോ ആവും, വേണേ താങ്കളുടെ ഒരു ഉപജീവന മാർഗമായിട്ട് മാറും, അല്ലേ? അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നത് അത് ദൈവം അവരുടെ കാര്യങ്ങളിൽ 1 വെച്ചാൽ 2 പറഞ്ഞ് പെട്ടെന്നുള്ള മാജിക്കല്ല. അത് തന്നെ ആയിരിക്കും ദൈവവും മലാക്കിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുകയും. പരീക്ഷ ദൈവം ടെസ്റ്റ് എന്ന് പറഞ്ഞു, ടെസ്റ്റ് മീ. ഒരാൾ പറയുക പരീക്ഷിക്കാൻ പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ, എന്നെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അത് ദൈവം ചെയ്യും. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേച്ച ദശാംശം സ്വോത്രാഴ്ച അതല്ല. ഒരു സഭാരാധനയിൽ ദൈവവചനം ഘോഷിക്കപ്പെടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നു. അതിന്റെ ഒരു പാർട്ടാ. നമ്മളിപ്പോ ഇത് ടോപ്പിക് ആവണ്ട നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുന്നല്ലേ. ഇപ്പൊ ഒരു വീടിന്റെ 4 തൂണ് പോലെ ആരാധന തന്നെയാണ്. ഇത് 100% ആരാധന ഉണ്ട്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന് ഇത് പ്രതിഗ്രഹിച്ച് ഞാൻ തൃപ്തനായിരിക്കുന്നു. ഫിലിപ്പിയ സഭയോട് പറയുക, ഇത് ദൈവത്തിന് സൗരഭ്യവാസനയായ ആരാധനയാണ്. ഞാൻ
ഒരു പണമിടപാടല്ലേ. ഒരിക്കലും അല്ലത്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യില്ല. ഇത് പണമെന്ന് പോലും, ഞങ്ങളുടെ സഭയെ ഞാൻ പണമെന്ന് പോലും പറയും, നന്മയെന്ന് പറയുന്നു. പണമെന്ന് പറയരുത്. പണം എല്ലാവരും കൈകാര്യം ചെയ്തത് ദൈവിക നന്മയോ തന്റെ മക്കൾക്ക് കൊണ്ടുള്ള സ്പിരിച്വൽ പ്രൊവിഷനാണ്. ഇത് മന്ന പൊഴിഞ്ഞ പോലുള്ള സ്പിരിച്വൽ പ്രൊവിഷനാണ്. ഇതിന് ഒരിക്കലും നമ്മൾ പണമെന്നോ പണം ഉണ്ടാക്കാമെന്നോ. ചില ദൈവാസന്മാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര സംഭവം. അതല്ല, അത് ദൈവം ചെയ്യും, ദൈവം അത് പ്രൂവ് ചെയ്യും. പക്ഷെ ഹൃദയങ്ങളെയാണ് ദൈവം നോക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല, അദ്ദേഹം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു പ്ലാൻ അല്ലേ സഭയിൽ വന്നിട്ട്. ഞാൻ വേറെ ഒന്നിനും വന്നതല്ല, എനിക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടു, സഭയിൽ ഇട്ടാൽ ദൈവം തരും, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇടുക. അദ്ദേഹത്തിന് ഒന്നും ലഭിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഹൃദയങ്ങളെ ദൈവം നോക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ബ്രദർ ആദ്യം ചോദിച്ചു ദൈവത്തിന് ഇത് ധനം ആവശ്യമുണ്ടോ. ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ബാങ്കുകളിൽ അല്ലെ മ്യൂച്വൽ ഫണ്ടിൽ, അതിലൊക്കെ ഏറ്റവും അധികമായി 30, 60, 100 മേനി ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടോ, പ്രസ്ഥാനമുണ്ടോ? ബ്രദർ പറ, ഇല്ലല്ലോ. അത് പക്ഷേ ദൈവം അത് തരണമെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ ഭൗതികമായി ആദ്യം അനുഗ്രഹിക്കത്തില്ല. കഷ്ടതയിലൂടെ വേദനയിലൂടെ പോകുന്നവരെ ദൈവം ആദ്യം അവരെ ആത്മീയമായിട്ടാണ് ഉറപ്പിക്കുന്നത്. ആദ്യമേ ഉറപ്പിച്ച് അവരെ ദൈവരാജ്യത്ത് നിർത്തുമ്പോൾ അവർ പെയ്യെ പെയ്യെ വഴിയോട് തുറക്കും. ഒരിക്കലൊരു സഹോദരി പറഞ്ഞു, ഞാൻ ദൈവത്തിന് ദശാംശം, അവർ ദശാംശം എന്നാ പറഞ്ഞു, ദൈവത്തിന് ദശാംശം കൊടുക്കുമ്പോഴും ദൈവിക കാര്യങ്ങളിൽ മുന്തി വരുമ്പോഴും ഒന്നും കാണുന്നില്ല. പറയുന്ന ദൈവദാസൻ പറയും, ദൈവം പ്രവർത്തിക്കും, ഞാനൊന്നും കാണുന്നില്ല. 3 പെൺകുഞ്ഞുങ്ങളാ, ഒരു വീട് പോലും ഇല്ല. അത് കേൾക്കണോ? ആ സാക്ഷ്യം കേൾക്കണം. എൻ്റെ സഭയിലല്ല, വേറൊരു സഭയും ആ സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേട്ടത്. 3 പെൺകുഞ്ഞുങ്ങളെയും 5 പൈസ യാതൊരു വിലപേശലുമില്ലാതെ മുഴുവൻ ചെലവിൽ 3 പുരുഷന്മാർ വന്ന 3 കുഞ്ഞുങ്ങളെ വിവാഹം നടന്നവർ. എനിക്ക് എക്സാക്റ്റ് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടോ. ഇപ്പൊ ദൈവം വിശ്വസനല്ലയോ? ഇപ്പൊ ദൈവത്തിന് ചിലപ്പോൾ നമുക്ക് വരാവുന്ന ഭീമമായ ഒരു ചെലവ്, ഇപ്പോൾ ഒരു പ്രത്യേക ചിലപ്പോൾ എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെ കാര്യങ്ങൾ കാണത്തില്ല. ഒരു ഭീമമായ ചെലവിനെ ദൈവം ഒഴിവാക്കും. ചിലപ്പോൾ അങ്ങനെ പഴത്തിലെ ആരാധനകളിൽ മഴ അപ്രത്യക്ഷമായി സർജറി. ഞാൻ എന്തിനാ പറഞ്ഞത്, എൻ്റെ മോൻ്റെ 3.5 ലക്ഷം രൂപയുടെ സർജറി ദൈവം ഒഴിവാക്കി. എൻ്റെ മോന് ഒരു ഡെന്റൽ സർജറി, അതിന് പോയി എല്ലാം ചെയ്തു, പ്രാർത്ഥിച്ചു. ദൈവം ഇന്ന് അവൻ ആരോഗ്യത്തോടായിരിക്കുന്നു, അത് ദൈവം ഒഴിവാക്കി. അപ്പം ഞങ്ങൾ കൊടുക്കും. പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന പല മേഖലകളിൽ ദൈവം അതിനെ നമുക്ക് ഒഴിവാക്കും. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അതിനകത്ത് ചെറിയ സന്ദേശങ്ങൾ എനിക്ക് പറയാൻ നമുക്ക് മണിക്കൂറുകൾ വേണം. പിന്നെന്തോ മുമ്പേ പറഞ്ഞത് ചർച്ചിനകത്ത് ആദ്യം കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നമ്മളൊരു കവർ കൊടുക്കുക, അങ്ങനെ ഒരു കാര്യം. ഇപ്പം അനേകം ചർച്ചുകൾ പ്രത്യേകം സ്തോത്ര കാഴ്ചയോ ദശാംശം അവർ പഠിപ്പിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ കവർ കൊണ്ടുവരുമോ അല്ലെങ്കിൽ സ്തോത്രാഴ്ച എടുക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കണം. അവരൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ട് നന്നായിട്ടുമുണ്ട്, അത് അല്ലാത്ത വശങ്ങളും കാണും. അതിനെക്കുറിച്ചുള്ള പാസ്റ്ററിന്റെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഈ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകനും പൂർണ്ണമായി വിളവ് കിട്ടുന്നില്ല. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്ന സിസ്റ്റത്തെ, ഇപ്പോഴത്തെ ഒരു ചോദ്യമല്ലയോ QR കോഡ്, പിന്നെന്തോ? അതെ, അത് അതിന്റെ അടുത്തൊരു ചോദ്യമാണ്. ഇപ്പം QR കോഡ്, പല ചർച്ചകളും QR കോഡ്, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്ന കോൺട്രിബ്യൂഷൻ, ചിലയിടത്ത് ഈ POS മെഷീൻ ഉണ്ട്, സ്വൈപ്പ് ചെയ്ത് അത് വലിയ എമൗണ്ട് ദശാംശം കൊടുക്കുന്ന, അപ്പം ചിലർ സ്വൈപ്പ് ചെയ്ത്. അപ്പൊ അതിനെയൊക്കെ ഒരുപാട് പേര് ഇതെന്തുവാ, ഇതൊരു ബിസിനസ് സ്ഥാപനമാണോ, ഇതൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ആണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി. പണ്ടാണ് ചില്ലറ കൊണ്ട് പോകുന്ന ഞാൻ എൻ്റെ ബാക്കി മേടിക്കാനും കൊടുക്കാനും ഒത്തിരി സമയം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോണും കൊണ്ട് പോയതേ ഉള്ളൂ. അത്യാവശ്യം എൻ്റെ സാധനങ്ങൾ വളരെ സ്പീഡിൽ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാ? പണ്ട് നമ്മുടെ പിതാക്കന്മാർ കാളവണ്ടിയിൽ പോയെന്ന് പറഞ്ഞല്ലേ, കാളവണ്ടി, എന്തോ കുതിര വണ്ടി. ഇന്ന് അതിനുള്ള അവൈലബിലിറ്റിയാ. ഇന്ന് എനിക്കറിയാം, ട്രിവാൻഡ്രത്തൊരു ചർച്ചിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോകുന്നിടത്ത് പറയുന്ന, അവർ പറഞ്ഞേക്കുന്ന അവരെ QR കോഡും വെച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ ഈ വരുന്ന ഓഫറിങ്ങിന് ചില കൈ പൈസ കാണത്തില്ല, എല്ലാവരും ക്യാഷ് ചെയ്തില്ല. ചെയ്യുന്നതിന് എന്താ, ഇന്നത്തെ സംവിധാനം ഉപയോഗിക്കുന്നതിന് എന്താ പ്രശ്നം? ഇന്ന് അത് മാത്രമേ മാധ്യമമോ. ഇന്ന് ബാങ്കിൽ പോയി പൈസ വിഡ്രോ ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ന വ്യക്തിയെ സഹായിക്കണം, അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്തോ? അത് പരിജ്ഞാനക്കുറവെന്ന് ഞാൻ പറയത്തുള്ളൂ. വളർന്നിട്ടില്ല വ്യക്തി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നെ ഡിജിറ്റൽ യുഗമാണെന്നും കറൻസി നിർത്തുവാന്ന് പറഞ്ഞപ്പോൾ ഭയപ്പാട് വന്ന കണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥാനത്ത് നാളെ അത് ആകും, നാളെ ആയേ ഒക്കത്തുള്ളൂ. ഞാനും അതിനെ ആദ്യം ചിന്തിച്ചു, നമ്മുടെ പൈസയൊക്കെ ഇരിക്കുമ്പോൾ സന്തോഷമാണ്. ശുശ്രൂഷകരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഒരു QR കോഡ് ചർച്ചിൽ വെച്ചാൽ അതൊരു പൊങ്ങച്ചമായി പോകും, ആഡംബരമായി പോകും, അങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇല്ല. പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും ചോദിക്കണം, ആ ഉദ്ദേശം പണം ഉണ്ടാക്കലായിരിക്കരുത്. അതിന്റെ
എപ്പോഴും ഹൃദയങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞു ഫിനിഷിങ്ങിനോട്ട് കൊണ്ടുവരട്ടെ. ആദ്യം നമ്മൾ കവർ കൊടുക്കുന്നു, അവരെ ടീച്ച് ചെയ്യുക, പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ എന്തുവാണ് ഇന്നും നമുക്കറിയാം, ദശാംശന്റെ കവറും വളരെ മുന്തി നിൽക്കുന്നവരുണ്ട്. പൗലോസ് പറഞ്ഞില്ല, നിങ്ങൾ അതിൽ മുന്തി വന്നു, ഇന്ന സഭ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. അപ്പൊ നമ്മൾ മുന്തി വരിക എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ആ ബ്ലെസ്സിങ്ങിലോട്ട് വരുമ്പോൾ അവരത് പഠിക്കുക. അപ്പൊ എല്ലാം അടിസ്ഥാനം ഇട്ട് പഠിപ്പിക്കണം. ഹൃദയത്തിൽ സന്തോഷത്തോട് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല എന്തോ സന്തോഷത്തോട് കൊടുക്കണം. എൻ്റെ ഒരു ആത്മീയ പിതാവ് പറയുന്നത്, വിദേശ ചർച്ചുകളിൽ ഈ ഓഫറിങ്ങിന് ടൈം വരുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ ഇവിടെ സ്തോത്രാഴ്ച എടുക്കാൻ പോകുന്ന എല്ലാവരുടെയും മുഖം അങ്ങ് നമ്മുടെ പൊതു മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ ഈ സ്തോത്രാഴ്ച സമയം വരുമ്പോൾ ആൾക്കാർ വീട്ടിലോട്ട് പോകുന്നതാണ്. ചിലരാണെങ്കിൽ താമസിച്ച ഇത് കഴിഞ്ഞു വരും, ആ 7:30 ഇത് എടുക്കുന്നത്, അത് കഴിഞ്ഞു വരും, അവർക്ക് അറിഞ്ഞതുകൊണ്ട്. അതേസമയം വിദേശ ചർച്ചുകളിൽ കോൺട്രിബ്യൂഷൻ നമ്മൾക്ക് ഓഫറിങ് എടുക്കുക, ഇറ്റ് ഇസ് ടൈം ഫോർ ഓഫറിങ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഷൗട്ട് ചെയ്യുമോ? കാരണം ദേ ആർ തിങ്കിങ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ബ്ലെസ്സിങ്. അവരുടെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ സമയമാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഭാരമാണ്, അല്ലാത്തവർക്ക് ഇത് ബേർഡൻ. അവർ പറഞ്ഞില്ലയോ, എവിടെ ചെന്നാലും ഇതേ ഉള്ളൂ, ഏത് വീഡിയോ എടുത്താലും ഇതേ ഉള്ളെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കർഷകൻ അങ്ങനെ പറയുമ്പോൾ ഒരു നിലം പറയും, നിങ്ങൾക്ക് തന്നെ അവിടെ വിതയ്ക്കാൻ തരുക, ഇവിടെ നിന്ന് വിതയ്ക്കാൻ തരും, ഇവിടെ കർഷകൻ എന്തായിരിക്കും പറയുന്നത്? ഹി വിൽ ബി ഹാപ്പി. കാരണം പുള്ളിക്ക് എന്തുമാത്രം സോയിങ്ങോ അത്രയും അന്തയും ദാറ്റ് മച്ച് ഹി വിൽ റീപ് ചെയ്യും. അവര് അതിനെ വിളവെടുക്കുക. അപ്പൊ ഒരു ദൈവിക നിലമാണ് ദശാംശമായാലും ദൈവരാജ്യം. നമുക്കിപ്പോ ക്രൂസൈഡ് ചെയ്യുന്ന കാര്യം അറിയാമല്ലോ. ഈ ക്രൂസൈഡിന് എനിക്ക് എല്ലാ മാസവും വലിയ എമൗണ്ട് വരണം. എന്റെ ചെറിയൊരു ചർച്ച ആയതുകൊണ്ട് ഞാൻ അവരെ ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, എന്നാൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ ഞാൻ അവരെ പറയുക, അതേ ഞാൻ വിതയ്ക്കുക, ഞാൻ ആദ്യം ഞാനാ വിതയ്ക്കുന്നു. എൻ്റെ സഭയിൽ ഞാനിപ്പോൾ എനിക്കെന്ന് പറയാൻ ദൈവദാസന്മാർ കേൾക്കുന്നുണ്ട്, എനിക്ക് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. ധവാമക്കളെക്കാളും കൂടുതൽ ദശാംശം ഞാനാ വിതയ്ക്കുന്നു. സീഡ് വിതയ്ക്കുന്ന ഞാനാ കൂടുതൽ. കാരണം കൊടുക്കുന്ന കാര്യങ്ങൾ, കാരണം അവരെ ഞാൻ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞാലേ നിങ്ങളൊരാൾ അതിന് മേളിൽ വരണം. ക്രൂസൈഡ് ഞാൻ ആദ്യം വധിക്കുന്നു. കാര്യം നമ്മൾ പറയാത്തൊരു പ്രവൃത്തി ചെയ്യല്ലേ. അത് കൊടുത്താൽ അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലിയുണ്ട്. ആദ്യം അവരുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ ആദ്യം അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ചർച്ചിലോട്ടാണ് അവർ ടൈത്ത്. ഇത് ഞാൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും പറയുന്നില്ല.